ഡിസംബർ 27 യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഇളയവനായിട്ടുള്ള യോഹന്നാൻ ശ്ലീഹായുടെ തിരുനാളാണ് സഭ ഇന്ന് ആഘോഷിക്കുന്നത്. യോഹന്നാൻ ബെത്സയിദയിലാണ് ജനിക്കാൻ ഇടവന്നത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കന്മാർ സെബദിയും സലോമിയും സുവിശേഷത്തിൽ പരാമർശ വിഷയമായിട്ടുള്ള ദമ്പതികളാണ്. യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയത്തിന്റെ സഹോദരിയാണ് സലോമി. അതുകൊണ്ട് തന്നെ യോഹന്നാൻ യേശുവിന്റെ കസിൻ സഹോദരൻ എന്ന നിലയിലെ ആണ് വരിക. മറിയത്തിന്റെ മറ്റ് ഒരു സഹോദരിയുടെ 2 മക്കളാണ് ചെറിയാക്കോവും യൂദായും. ഇവര് രണ്ടുപേരും യേശുവിന്റെ ശിഷ്യന്മാരുടെ ഗണത്തിൽ നമുക്ക് കാണാം. യോഹന്നാന്റെ തന്നെ സ്വന്തം ജ്യേഷ്ഠ സഹോദരനാണ് വലിയ യാക്കോബ്. അദ്ദേഹത്തെയും 12 ശിഷ്യന്മാരുടെ എണ്ണത്തിൽ ഉള്ളതായിട്ട് നാം മനസ്സിലാക്കുന്നു. ഇങ്ങനെ വളരെ പരസ്പരം അറിയാവുന്ന ഒരു സമൂഹം ഈ 12 ശിഷ്യന്മാരുടെ ഇടയിലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. മത്സ്യബന്ധനമായിരുന്നു യോഹന്നാന്റെ തൊഴിൽ. അപ്പനോടും ജ്യേഷ്ഠ സഹോദരനോടും ഒത്ത് ഗാലിലി കടലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന അവസരത്തിലാണ് യേശു കണ്ടെത്തുന്നതും ശിഷ്യനാകാൻ ക്ഷണിക്കുന്നതും യോഹന്നാൻ ഉത്സാഹത്തോടുകൂടി ക്ഷണം സ്വീകരിക്കുന്നതും. യോഹന്നാനെ വളരെ കരുതലോടും വളരെ താല്പര്യപൂർവമാണ് യേശു കരുതിയിരുന്നത് എന്നതിന് പല സൂചനകളുണ്ട് സുവിശേഷത്തിൽ. നിർണായകമായിട്ടുള്ള പല അവസരങ്ങളിലും യോഹന്നാന്റെ സാന്നിധ്യം ഉറപ്പാക്കാൻ യേശു ശ്രമിച്ചിരുന്നതായിട്ട് കാണാം. മറുരൂപാന്തരീകരണ ദൈവിക അനുഭവത്തിൽ പങ്കുപറ്റാൻ യോഹന്നാനെ യേശു ക്ഷണിക്കുകയാണ്. യോഹന്നാനോടുകൂടി ജ്യേഷ്ഠ സഹോദരൻ യാക്കോബും പത്രോസും ഉണ്ടായിരുന്നു. സിനഗോഗ് അധികാരിയായിരുന്ന ജായിറൂസിന്റെ മകളെ ഉയർപ്പിക്കുന്ന ആ രംഗത്തിലും യോഹന്നാൻ സന്നിഹിതനായിരിക്കണമെന്ന് യേശുവിന് നിർബന്ധമുണ്ടായിരുന്നതായിട്ട് കാണാം. ഗെത്സമേൻ തോട്ടത്തിൽ വേദന കൊണ്ട് യേശു രക്തം പോലും വിയർക്കാനിടവന്ന നിർണായകമായിട്ടുള്ള ആ നിമിഷത്തിലും ശിഷ്യപ്രമുഖനായ പത്രോസിന്റെയും യാക്കോബിന്റെയും കൂടെ യോഹന്നാന്റെ സാന്നിധ്യം യേശു ഉറപ്പാക്കാൻ ശ്രമിച്ചു. അങ്ങനെ പല അവസരങ്ങളിലും യോഹന്നാനോട് വളരെ താല്പര്യത്തോടുകൂടെ ഉള്ളൊരു സമീപനമാണ് യേശു സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാം. അതിന് പല കാരണങ്ങൾ നമുക്ക് സുവിശേഷത്തിൽ നിന്ന് തന്നെ കണ്ടെത്താം. ഒന്ന്, ശിഷ്യന്മാരുടെ സമൂഹത്തിലെ ഏറ്റവും ഇളയവനാണ് യോഹന്നാൻ എന്നുള്ളത് തന്നെ യേശുവിന്റെ വാത്സല്യം പിടിച്ചുപറ്റാൻ ഇടവന്ന് കാണും. രണ്ടാമത്തെ കാരണം യോഹന്നാന്റെ ബുദ്ധികൂർമ്മതയും സൂക്ഷ്മ നിരീക്ഷണവും പാഠവും, കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനുള്ള ബുദ്ധിവൈഭവവും ഗ്രഹിച്ച കാര്യങ്ങൾ പ്രകാശിപ്പിക്കുന്നതിനുള്ള കഴിവും യേശുവിൽ വളരെയേറെ മതിപ്പ് യോഹന്നാനിൽ ഉണ്ടാക്കി കാണും. മൂന്നാമതായിട്ട് യേശുവിനെ പോലെ തന്നെ തികഞ്ഞ ബ്രഹ്മചരിയായിരുന്നു യോഹന്നാൻ എന്നുള്ളതും യേശുവിന് കൂടുതൽ അടുപ്പം തോന്നാൻ ഇടവന്ന കാരണങ്ങളിൽ ചിലതായിരിക്കാം. ഇവയും ഇവയ്ക്ക് അപ്പുറത്തും യേശുവിൻ്റെതായിട്ടുള്ള മാത്രം കാരണങ്ങളാലും യോഹന്നാൻ പ്രത്യേകം പരിഗണിക്കപ്പെടാൻ ഇടവന്ന ഒരു നിഷ്കളങ്കനായിട്ടുള്ള ബുദ്ധികൂർമ്മതയുള്ള വിവരമുള്ള ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലും കൂടി ആകാം യോഹന്നാനും യേശുവിനോട് വളരെ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാം. അന്ത്യ അത്താഴ വിരുന്ന് സൽക്കാരത്തിൽ വളരെ നിർണായകമായിട്ടുള്ള സന്ദേശങ്ങൾ യേശു പങ്കുവയ്ക്കുന്ന അവസരത്തിൽ യേശുവിന്റെ തൊട്ടടുത്ത് യോഹന്നാൻ സ്ഥാനമുറപ്പിക്കുകയും യേശുവിന്റെ വക്ഷസിലേക്ക് ചാഞ്ഞു കിടക്കത്തക്ക വിധത്തിലുള്ള സ്വാതന്ത്ര്യമാണ് യോഹന്നാൻ അവിടെ എടുക്കുന്നതായിട്ട് നാം കാണുക. യേശു അത് യോഹന്നാൻ അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. തന്റെ ഈ ശിഷ്യനോട് യേശുവിനും വളരെയധികം വിശ്വാസവും വളരെ ബോധ്യങ്ങളും ഉണ്ടായിരുന്നതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാകാം ഗാഗുൽത്താ മലയിൽ കുരിശുമേൽ പിടഞ്ഞു മരിക്കുന്ന അവസരത്തിൽ കുരിശിൻ താഴെ നിൽക്കുന്ന തന്റെ അമ്മയെ നോക്കിക്കൊണ്ട് അമ്മയുടെ എല്ലാവിധ സംരക്ഷണ ചുമതലയും യോഹന്നാനെ യേശു ഏൽപ്പിക്കുന്നതായിട്ടാണ് നാം കാണുക. മറ്റ് ശിഷ്യന്മാർ സാന്ദർഭികമായിട്ട് ആരും അവിടെ ഉണ്ടായിരുന്നില്ല. യോഹന്നാൻ അവിടെയും സന്നിഹിതനായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം യോഹന്നാൻ യേശുവായിട്ട് പുലർത്തിപ്പോകുന്നതായിട്ട് നാം കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം വചനത്തിന്റെ ചരിത്രത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. അതിന് യോഹന്നാന്റേതായിട്ടുള്ള ചില രീതികളുണ്ട്. മത്തായി യേശുവിന്റെ വംശാവലി തൊട്ട് സുവിശേഷ രചന ആരംഭിക്കുമ്പോൾ
യോഹന്നാൻ യേശുവിന്റെ ദൈവികത ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി കൂടെ ആണ് തന്റെ സുവിശേഷം രചിക്കുന്നത്. തന്റെ സുവിശേഷത്തിന്റെ മുഖ്യ ഉദ്ദേശമെന്ന് യോഹന്നാൻ തന്നെ വെളിപ്പെടുത്തുകയാണ്. മത്തായിയുടെ പ്രതീകം മനുഷ്യനാണ് എന്ന് വരികിൽ, യോഹന്നാന്റെ പ്രതീകം വാനമേഘങ്ങളിൽ ഉയർന്നു പറക്കുന്ന പരുന്താണ്, കഴുകനാണ്. അത് തന്റെ ഉന്നതമായിട്ടുള്ള ചിന്തകളുടെ ആവിഷ്കാരത്തിന്റെ പ്രാതിനിധ്യ സ്വഭാവവും അതിൽ നിഴലിച്ചു കാണാം. അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ സുവിശേഷവും 3 ലേഖനങ്ങളും വെളിപാടും വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു സമീപന രീതിയെ അതിനോട് പുലർത്തിയെങ്കിൽ മാത്രമേ യോഹന്നാന്റെ മനസ്സിലുള്ള ഇരിപ്പ് നമുക്ക് തെളിവായിട്ട് വരികയുള്ളൂ. പൊതുവായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തെ ആധ്യാത്മിക സുവിശേഷം, വിശ്വാസത്തിന്റെ സുവിശേഷം, ജീവന്റെ സുവിശേഷം എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. അങ്ങനെ വളരെ പ്രത്യേകതകളോടുകൂടെ അവതരിപ്പിക്കുന്ന ആ സുവിശേഷ എഴുതിയ യോഹന്നാൻ ക്രിസ്തുവർഷം 52 ആണ്ട് വരെ തന്റെ പ്രവർത്തനങ്ങള് ജെറൂസലത്തിൽ തന്നെ കേന്ദ്രീകൃതമായിരുന്നു എന്ന് നാം കാണുന്നു. അതിനുശേഷം തന്റെ പ്രവർത്തനങ്ങള് എഫേസുസിലേക്ക് മാറ്റാൻ ഇടവരുന്നു. എഫേസുസിൽ യോഹന്നാൻ പ്രവർത്തനനിരതമായിരുന്ന അവസരത്തിലെ അവിടുത്തെ ഭരണാധികാരിയായിരുന്ന ഡൊമീഷ്യൻ ചക്രവർത്തി മതമർദ്ദന വിളംബരം പുറപ്പെടുവിക്കുകയും ക്രിസ്തുവർഷം 95 ആണ്ടിൽ യോഹന്നാനെ ബന്ധിക്കുകയും തിളച്ച എണ്ണയിലിട്ട് വറക്കാൻ പോലുമുള്ള കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തതായിട്ട് നാം വായിക്കുന്നു. അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ യോഹന്നാനെ ഇട്ടപ്പോൾ യോഹന്നാന് യാതൊന്നും സംഭവിക്കാതെ അത്ഭുതകരമായിട്ടുള്ള സംരക്ഷണമാണ് യോഹന്നാന് നൽകിയതെന്നും നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് മതമർദ്ദകനായിട്ടുള്ള ഡൊമീഷ്യൻ ചക്രവർത്തി മടുത്ത് എന്ന് തന്നെ പറയാം. ക്രിസ്തുവർഷം 95 ആണ്ടിൽ യോഹന്നാനെ പത്തമൂസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് നാടുകടത്തുകയാണ്. 5 വർഷത്തോളം അദ്ദേഹം ആ ദ്വീപിലായിരുന്നു ഒരു തരം അജ്ഞാത ജീവിതം എന്ന് പറയാവുന്ന രീതിയിൽ കഴിക്കാനിട വന്നത്. ആ അവസരത്തിലൊക്കെ എങ്ങനെയോ ആളുകൾ അറിഞ്ഞ് യോഹന്നാന്റെ അടുത്ത് എത്തുമ്പോൾ യോഹന്നാന് ഒരു കാര്യം മാത്രമേ അവരോട് സംസാരിക്കാനുണ്ടായിരുന്നുള്ളൂ: മക്കളെ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. തുടർന്ന് യോഹന്നാൻ അവരോടായിട്ട് പറയും, ദൈവം സ്നേഹമാകുന്നു, സ്നേഹത്തിൽ വസിക്കുന്നവനെ ദൈവത്തെ കണ്ടുമുട്ടാനാവുകയുള്ളൂ എന്ന ചുരുക്കം വാക്കുകളാണ് യോഹന്നാനെ തന്നെ സമീപിക്കുന്നവരോട് പറയാനുണ്ടായിരുന്ന ഉപദേശം. അത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കുകയും ഏറ്റവും അവസാനം ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോകാൻ ഇടവന്ന ശിഷ്യന്മാരിൽ ശിഷ്യനാണ് യോഹന്നാൻ എന്നുള്ളതാണ് സഭാപാരമ്പര്യം. ക്രിസ്തുവർഷം 100 ആണ്ടിലാണ് യോഹന്നാൻ ഈ ലോകവാസം വെടിയുന്നത്. എല്ലാ തരത്തിലും യേശുവിന്റെ ദൈവികത ജനങ്ങളുടെ മധ്യേ അന്നത്തെ നിലവിലുള്ള തത്വജ്ഞാനത്തിന്റെയും ചിന്താരീതിയുടെയും അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ ബുദ്ധിപരമായ സമീപനത്തോടുകൂടെ അവതരിപ്പിക്കാൻ സാധിച്ച വിശുദ്ധ യോഹന്നാന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ദൈവം നമുക്കായിട്ട് നൽകിയിരിക്കുന്ന ബുദ്ധിശക്തിയും മറ്റു കഴിവുകളും 100% ഉപയോഗത്തിലാക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വാഗ്ദാനം ചെയ്യുക എന്നുള്ളത് ഈ തിരുനാൾ ദിവസം യോഹന്നാനെ നമുക്ക് അർപ്പിക്കാവുന്ന പ്രതിസമ്മാനമായിട്ട് കരുതുന്നതിൽ തെറ്റില്ല.